ജിൻടു, നീ ഇതെന്തായി ചെയ്തേ? പെയിന്റ് എല്ലാം മായ്ച്ചു കളാ. ഇവിടെ മന്ത്രശക്തി ഒന്നും വേണ്ട. വീർ, ക്ലാസ് റൂം എല്ലാം പെയിന്റ് അടിക്കാൻ ഒരുപാട് സമയം എടുക്കുമല്ലോ. വീർ, നീ ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത്? എങ്ങനെയാടാ മോനെ ഇതൊക്കെ ചെയ്തത്? എങ്ങനെയാന്ന് ചോദിച്ചാ അതൊക്കെ അങ്ങ് ചെയ്തു. അത് കണ്ടില്ലേ, സ്കൂളിന്റെ പെയിന്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. കൊള്ളാം കൊള്ളാം. എന്ത് നല്ല കളർ കോമ്പിനേഷൻ ആണ് നീ നൽകിയത്. ലൈറ്റ് യെല്ലോ വിത്ത് ഗ്രീൻ. വിൻഡോസിന്റെ കളറും നല്ലതാണ്. ഓഹോ, അതൊക്കെ ഞാൻ സ്വപ്നം കണ്ടതായിരുന്നോ? പെട്ടെന്ന് കണ്ടപ്പം സ്കൂള് മൊത്തം പെയിന്റ് അടിച്ചതുപോലെ തോന്നി. ജിൻടു, ഇനി നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. പ്ലീസ് എന്റെ ഒപ്പം വാ. ജിൻടു, നീ വേഗം ഒരു കുട്ടിയുടെ രൂപം എടുത്ത് പെട്ടെന്ന് ക്ലാസ് പെയിന്റ് ചെയ്യാൻ തുടങ്ങ്. ഓക്കേ ബോസ്. ഞാനൊന്ന് കാണട്ടെ ഈ വീർ എങ്ങനെയാ വൈകുന്നേരത്തിനുള്ളിൽ പെയിന്റ് അടി തീർക്കുന്നത്. വരുന്നുണ്ട്. ജിൻടു, ദേ സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിന്റെ പറക്കലൊന്ന് നിർത്ത്. വീർ, നീ പെയിന്റിംഗ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞോ? പക്ഷെ മറ്റുള്ള ക്ലാസ്സുകളിൽ ആരാണ് പെയിന്റ് അടിക്കുന്നത്? വരൂ നോക്കാം. അതിനെന്താ സാർ, നോക്കാമല്ലോ. എല്ലാ ക്ലാസ്സിലും പെയിന്റിംഗ് നടക്കുന്നുണ്ട്. എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. ഓക്കേ വീർ. ആരെങ്കിലും എലിയാക്കണോ വീർ? അയ്യോ, ആര് എലിയൊന്നും ആക്കണ്ട. നീ എന്നെ ഒരു വെള്ളക്കാഷായം അണിഞ്ഞ സ്വാമിയാക്കി മാറ്റി. ഇപ്പൊ ശരിയാക്കി തരാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. താങ്ക് യു ജിട്ടു. അതെ വീർ, നീ സ്വാമിയുടെ വേഷമൊക്കെ കെട്ടി. പക്ഷെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. അവരെങ്ങാനും നിന്നെ തിരിച്ചറിഞ്ഞ ഈ കഷ്ടപ്പാടെല്ലാം വെറുതെ ആയി പോവും. ചുൾബുൾ, ഇംലി നമ്മളെ തിരിച്ചറിയുന്നുണ്ടോന്ന് നമുക്ക് നോക്കാം. അഥവാ അവൾ എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കും എന്നെ തിരിച്ചറിയാൻ പറ്റില്ല. നീ എന്റെ അടുത്തുനിന്ന് മാറി നിക്ക്. ഓം നമഃ ശിവായ ഇംലി മോളെ. നമസ്കാരം സ്വാമി. സ്വാമിക്ക് എന്റെ പേരെങ്ങനെ അറിയാം സ്വാമി? എനിക്ക് നിന്റെ വീട്ടിലുള്ള എല്ലാവരുടെയും പേരറിയാം ഇംലി മോളെ. നിന്റെ അച്ഛന്റെ പേര് സിൻഹായ് എന്നല്ലേ? നിന്റെ കൂട്ടുകാരന്റെ പേരാണ് വീർ, പിന്നെ ചുൾബുളും. ഹായ്, ഇത് കൊള്ളാലോ സ്വാമി. സ്വാമി ഒരു അന്തര്യാമിയാണ്. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് അമ്മയും അച്ഛനെ കൂട്ടിട്ട് വരാവേ. സ്വാമി ഇവിടെ തന്നെ നിക്കണേ. ചുൾബുൾ, പണി പാളി. ഇംലി അവളുടെ അച്ഛനെയും അമ്മേനെയും വിളിച്ചോണ്ട് വരാൻ പോയിരിക്കാ. ഈ ഇത്തിരി പോന്ന സ്വാമി ഇതാരാണ്? അതും ആ ചുൾബുളിന്റെ കൂടെ അവിടെ എന്ത് ചെയ്യാണ്? അവളുടെ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ എനിക്ക് ഈ വേഷത്തിൽ നിക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് മുങ്ങിയേക്കാം. അമ്മ അച്ഛനെ എത്തിപ്പോയി. എവിടെയാ അവർ? അവരെ വിളിക്കരുത് പ്ലീസ്. ഇംലി വിളിക്കരുത്. നീ വീരല്ലേ? എനിക്ക് അറിയാമായിരുന്നു. എനിക്ക് ആദ്യം തന്നെ മനസ്സിലായിരുന്നു. നിന്റെ രൂപമാറ്റം വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജിൻടു, ജിൻടു, വേഗം വാ. യെസ് ബോസ്. എന്താ ഞാൻ ചെയ്യണ്ട? എന്നെ പഴയ പോലെ ആക്ക്. ഓക്കേ ബോസ്. മമ്മി, വേഗം ഇങ്ങോട്ടൊന്ന് വന്നേ. ഇവിടെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള സെയിൽ നടക്കുക. ഒന്നിന് രണ്ട് സൗജന്യമായി കിട്ടുമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വരാം. എടാ, നീ മരത്തെ കയറിയിരുന്ന് എന്തെടുക്കുകയാണ്? സെയിൽസ് നടക്കുന്നത് എവിടെയാന്ന് പറ.
സെയിലൊന്നും അല്ല, ഇത് അതിനേക്കാൾ വലിയ കാര്യമാ. ഞാൻ അമ്മയെ പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കള്ളം പറഞ്ഞതാ. മമ്മി മമ്മി ദേ അങ്ങോട്ട് നോക്ക്, കണ്ടില്ല ഇവിടെ എന്താ സംഭവിക്കുന്നെന്ന്? വേഗം നോക്ക്. ജിൻഡു, വേഗം എന്നെ വീണ്ടും സ്വാമി റേസ് ജയിച്ച ആൾക്കാരൊക്കെ എന്നെ സംശയിക്കാൻ തുടങ്ങും. വേഗം പഴയ സ്ഥലത്തെത്തിക്കേ, വേഗം. അല്ല, ആ ചെറുക്കനത് എവിടേക്കാ പോയത്? അവൻ നമ്മളെക്കാളും മുന്നിലൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ? നിങ്ങളിപ്പോ എവിടുന്നാ വന്നേ? ഞാൻ നിങ്ങളുടെ പിന്നാലെ ഓടുന്നുണ്ടായിരുന്നു. ജിണ്ടു, വീറിനെ ചെറുതായിട്ട് പൊക്കിയെടുത്ത് പറത്തിക്കൊണ്ടു പോ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഓടുന്നതായിട്ട് തന്നെ തോന്നണം. ഇവനിത് എങ്ങനെ ഓടുന്നത്? അവൻ അടുത്തെത്തി. ജിൻഡു, എന്റെ കാലൊന്ന് നിലത്ത് മുട്ടിക്കേ, അല്ലെങ്കിൽ ആൾക്കാർ കണ്ടാ വിചാരിക്കും ഞാൻ പറക്കുകയാണെന്ന്. എന്നെ വിട് ജിൻഡു, എന്നെ ഒന്ന് വിട്. ദയവേത് എന്നെ ഒന്ന് വിട്. നിന്നെയും കൊണ്ട് ഒരു കാര്യത്തിനും കൊള്ളൂല. ഇനി നീ പുറകിൽ തന്നെ കിടന്നോ, ഞങ്ങളെ തോപ്പിക്കാൻ നിനക്കാവില്ല. അതെ, ആ പയ്യൻ വരുന്നുണ്ട്. നിങ്ങൾ അവനെ എങ്ങനെയെങ്കിലും തടയേ. നീ ഇവിടെ ഇങ്ങനെ കിടന്നോടാ മോനെ. ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലാടിക്കോ. ഇത് ഊഞ്ഞാലാടേണ്ട പ്രായം തന്നെയാ. ഇത്തവണ മഴ പെയ്തപ്പോ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് കാരണം റോഡൊക്കെ ബ്ലോക്ക് ആണ്. അതുകൊണ്ട് ഇത്തവണ എനിക്ക് പോവാൻ പറ്റില്ല വീർ. നീ വിഷമിക്കണ്ട, റെയിൽവേ ട്രാക്കിലൂടെ പോവാൻ പറ്റുന്ന ഒരു കാർ ഞാൻ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കെല്ലാവർക്കും ആ കാറിൽ കയറി മേള കാണാൻ പോവാം. സത്യമാണോ? അതെ എമിലി. ഞാനാണ് ജിൻ. ഇതെന്താ ഉണ്ടാക്കുന്ന ബോസ്? ഞാൻ റെയിൽവേ ട്രാക്കിൽ പോവാൻ പറ്റുന്ന ഒരു കാർ ഉണ്ടാക്കുക. അതിന്റെ പാർട്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതെല്ലാം നീ ഒന്ന് വേഗം യോജിപ്പിക്ക്. ഓക്കേ ബോസ്. താങ്ക് യു ജിൻഡു. വേഗം വാ ജിണ്ടു, ഈ കാറ് റെയിൽവേ ട്രാക്കിലൂടെ ഓടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇറങ്ങിക്കേ, ഈ കാറ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഇത് എനിക്കും ഇംലിക്കും പോവാനുള്ളതാ. ഇറങ്ങ്, ഇറങ്ങാൻ. ആദ്യം നമുക്ക് ഈ കാറ് ഓടോ ഇല്ലയോ എന്ന് നോക്കാം. മമ്മി മമ്മി. ജിൻഡു, ഈ കാർ എന്തിനാ നീ പറത്തിയത്? ഇത് റെയിൽവേ ട്രാക്കിലൂടെ പോവാനുള്ള കാറാ. പറക്കട്ടെ പറക്കട്ടെ, നല്ല രസമുണ്ട്. ജിൻഡു, എന്റെ കൽപ്പനയാണ്, കാറ് പറത്തുന്നത് നിർത്ത്. ഓക്കേ ബോസ്. മമ്മി, വീറിന്റെ കാർ, വീറിന്റെ കാർ. മമ്മി, വീറിന്റെ കാർ പറക്കുന്നു. അവന്റെ അടുത്തൊരു ചിന്നുണ്ട്, ചിന്ന്. വേഗം വാ, വേഗം വന്ന് നോക്ക്. മമ്മി, ഒന്ന് വേഗം വാ. മമ്മി, ദേ കാർ വരുന്നുണ്ട്. വീർ, നിന്റെ കൂട്ടുകാരൻ ബണ്ടി ഇതൊക്കെ കാണുന്നുണ്ട്. അകടം പകടം ആലം ഫാലം ഓർമ്മകളെല്ലാം മാഞ്ഞു പോട്ടെ. ഇതുവരെ ഇവിടെ കണ്ടതെല്ലാം ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോട്ടെ. ജിൻഡു, നീ ഇവിടുന്ന് പോ. നിന്നെ ഒരു കാര്യത്തിനും കൊള്ളില്ല. നീ ആൾക്കാരുടെ മുന്നേ എന്റെ സത്യമൊക്കെ പുറത്താക്കും. നീ ഇവിടെ എന്ത് കാണിച്ചോണ്ടിരിക്കുക? ഞാൻ അതിനൊന്നും കാണിക്കാന്ന് പറഞ്ഞില്ലല്ലോ. ഒച്ചത്തിൽ കിടന്ന് എന്നെ വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നല്ലോ. എന്നിട്ടിപ്പ എന്താ പറയാ? വിളിച്ചൊന്നുമില്ലല്ലോ. ഞാൻ എന്തിനാ അമ്മയെ വിളിക്കുന്നേ? ചെവി നുള്ളിക്കോ, എന്നിട്ട് താഴേക്ക് വന്ന് ഏത്തുവിട്. അതെ വീർ,
നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്?